നമസ്കാരം. ചരിത്ര താളുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ വേരുകളെ കുറിച്ചാണ്. ദ്രാവിഡർ. ഈ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ചിലർ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നു, ചിലർ വംശീയമായി കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ദ്രാവിഡർ? സിന്ധു നദീതട സംസ്കാരം കെട്ടിപ്പടുത്തവർ അവരാണോ? ആര്യന്മാരുടെ വരവോടെ അവർ തെക്കോട്ട് ഓടിക്കപ്പെട്ടവരാണോ? ശാസ്ത്രവും ചരിത്രവും എന്തു പറയുന്നു? ലോകത്തെ തന്നെ ഏറ്റവും മികച്ച നഗര സംസ്കാരം കെട്ടിപ്പടുത്ത ആ ജനതയുടെ വിസ്മയിപ്പിക്കുന്ന കഥ നമുക്ക് നോക്കാം. ആരാണ് ദ്രാവിഡർ? ലളിതമായി പറഞ്ഞാൽ, ഇന്ന് ദക്ഷിണേന്ത്യയിൽ സംസാരിക്കുന്ന മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു എന്നീ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗത്തെയാണ് നമ്മൾ ദ്രാവിഡർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ചരിത്രം അവിടെ തുടങ്ങുന്നില്ല. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ലോകം കാട്ടുവാസികളായി നടക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുള്ള വീടുകളും ഡ്രെയിനേജ് സംവിധാനങ്ങളും ഉണ്ടാക്കിയ ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. ഹാരപ്പയും മൊഹൻജദാരയും ഉൾപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരം ദ്രാവിഡരുടേതായിരുന്നു എന്ന് പല പ്രമുഖ ചരിത്രന്മാരും അടിവരയിട്ട് പറയുന്നു. പല ചരിത്ര പുസ്തകങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ദ്രാവിഡരെ തോൽപ്പിച്ച് തെക്കോട്ട് ഓടിച്ചു എന്ന്. എന്നാൽ ആധുനിക DNA പഠനങ്ങൾ പറയുന്നത് ഇതൊരു പെട്ടെന്നുള്ള അധിനിവേശമായിരുന്നില്ല എന്നാണ്, മറിച്ച് കാലക്രമേണയുണ്ടായിരുന്ന ഒരു സങ്കലനമായിരുന്നു. പക്ഷെ ദ്രാവിഡരുടെ സംസ്കാരവും ആരാധനാ രീതിയും ആര്യന്മാരുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ദ്രാവിഡർ പ്രകൃതിയെ ആരാധിച്ചു. മരങ്ങളെയും പാമ്പുകളെയും മലകളെയും അവർ ദൈവമായി കണ്ടു. ഇന്നും കേരളത്തിലെ കാവുകൾ ഈ പുരാതന ദ്രാവിഡ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ്. ദ്രാവിഡർ വെറും കർഷകരായിരുന്നില്ല, അവർ മികച്ച നാവികരായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോമുമായും ഈജിപ്തുമായും അവർ കച്ചവടം നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ കീഴടിയിൽ നടന്ന ഖനനത്തിൽ കണ്ടുകിട്ടിയ വസ്തുക്കൾ തെളിയിക്കുന്നത് അക്കാലത്തെ ദ്രാവിഡർക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു എന്നാണ്. അവർ ഉപയോഗിച്ചിരുന്ന കളിമൺ പാത്രങ്ങളിൽ പോലും ലിപികൾ ഉണ്ടായിരുന്നു. നെൽകൃഷിയും ജലസേചനവും ഇത്രത്തോളം ശാസ്ത്രീയമായി വികസിപ്പിച്ചത് ദ്രാവിഡരാണ്. സ്ത്രീക്ക് കുടുംബത്തിൽ വലിയ സ്ഥാനം നൽകിയിരുന്ന രീതി ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ മരുമക്കത്തായം ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ തെയ്യവും പടയണിയും പൂതൻതുറയും നോക്കൂ. ഇതിലൊന്നും ആര്യൻ മന്ത്രങ്ങളില്ല, മറിച്ച് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണുള്ളത്. നമ്മുടെ ഭാഷയായ മലയാളത്തിന്റെ 80% ദ്രാവിഡ വേരുകളിൽ നിന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കാണുന്ന വലിയ ക്ഷേത്രങ്ങൾക്ക് മുൻപേ ഇവിടെ കാവുകളും തറകളും ഉണ്ടായിരുന്നു. ദ്രാവിഡരുടെ വീരരക്തം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചരിത്രം പലപ്പോഴും മാറ്റി എഴുതപ്പെടും, എന്നാൽ മണ്ണിൽ ആഴ്ന്നിറങ്ങിയ വേരുകളെ ആർക്കും മായ്ക്കാൻ കഴിയില്ല. ദ്രാവിഡ പാരമ്പര്യം എന്നത് വെറും ഒരു വംശമല്ല, അത് ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംസ്കാരമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലെ ദ്രാവിഡ പാരമ്പര്യം വിളിച്ചോതുന്ന കാവുകളെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ അറിയാമെങ്കിൽ അത് പങ്കുവെക്കുക. കൂടുതൽ ചരിത്ര നിഗൂഢതകൾക്കായി ചരിത്ര താളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക.